നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇരിക്കുന്നതേയുള്ളോ? ഓഫീസിൽ പോണ്ടേ? ഇപ്പൊ തന്നെ ലേറ്റായെന്ന് എനിക്കും അറിയാം. പക്ഷെ നിന്നെ ഇവിടെ തനിച്ചു വിട്ടിട്ട് പോകാൻ എനിക്കൊരു പേടി. അതെന്തു പറ്റി? ശിവാനി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിന്നെ. അതിനുള്ള പണികൾ അവള് തുടങ്ങി കഴിയുകയും ചെയ്തു. ഞാൻ കൂടെ പോയി കഴിഞ്ഞാ പിന്നെ നിന്നെ അവൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്ന് കരുതി ഓഫീസിൽ പോവാതിരിക്കാൻ പറ്റുമോ? ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടി അമ്മ തയ്യാറാക്കി കൊടുത്ത സ്കെച്ച് അനുസരിച്ചാണ് ശിവാനി പ്രവർത്തിക്കുന്നത്. അവളത് എക്സിക്യൂട്ട് ചെയ്യുന്നെന്ന് മാത്രം. ഇനി നമ്മൾ കൂടുതൽ ഗവനിച്ചേ മതിയാവൂ. എനിക്കതറിയാം ഗൗതം. എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും തരം താഴ്ന്ന കളി അവൾ കളിച്ചത്. അവൾ ഇനി എന്തും ചെയ്യും. എന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. പക്ഷെ ഇവളുടെ ഉന്നം എന്താണെന്നുള്ള കാര്യം പ്രണവിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? അതാ ഞാൻ ആലോചിക്കുന്നത്. ശരി നമ്മുടെ ഭാഗത്ത്. ആരെയും ദ്രോഹിക്കാനല്ല, അവനെ രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനൊരു വഴി ദയവായിട്ട് കാണിച്ചു തരും. ശിവാനി ആരാണെന്നും എന്താണെന്നും പ്രണവിന് ബോധ്യപ്പെടുകയും ചെയ്യും. ശരി, സമയം ഒരുപാടായി ഗൗതം. എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. എന്തുണ്ടേലും ഞാൻ വിളിച്ചോളാം. ഗൗതം ഇറങ്ങാൻ നോക്ക്. അറിയാവുന്ന കാര്യങ്ങള് ഒക്കെ സൂക്ഷിക്കണം. ഒന്നിനും മടിക്കാത്തവളാ. ദേഹോപദ്രവം പോലും ഉണ്ടാവും. ഗൗതം ധൈര്യമായിട്ട് പൊയ്ക്കോ. അച്ഛനും അമ്മയൊക്കെ എന്റെ കൂടെ ഇല്ലേ? ശരി. എന്തു പറ്റി? എന്തെല്ലാം മറന്നോ? അല്ല, ഇവിടുത്തെ ടെൻഷനും പ്രശ്നങ്ങൾക്കൊക്കെ ഇടയില്ലേ എന്തോ ഒരു കാര്യം മറന്നു. കാറിന്റെ കീ എടുത്തില്ലേ? കീ പോക്കറ്റിലുണ്ട്. ലാപ്ടോപ്പിന്റെ ചാർജറൊക്കെ? അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചാർജറും ഉണ്ട്. പിന്നെന്താ മറന്നേ? ഒരുപാട് പ്രശ്നങ്ങൾ വരും, ടെൻഷൻ വരും, വിഷമങ്ങൾ വരും. കുറഞ്ഞു പോകാൻ പാടില്ലാത്തത് നമ്മുടെ സ്നേഹം മാത്രമാണ്. അതെ, തൽക്കാലം ഒരു ഉമ്മ മതി. വാ ഇറങ്ങാം. ഒന്നുകൂടി. ഒന്നൊക്കെ ഇനി തിരിച്ചു വന്നിട്ട് മതി. മോനിങ്ങോട്ട് വന്നേ. പോ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ എന്നെ വിളിക്കണം. എനിക്ക് തിരക്കാണെന്ന് കരുതി മടി കാണിക്കണ്ട. ഞാൻ വിളിച്ചോളാം. ധൈര്യമായിട്ട് പൊയ്ക്കോ. ഗൗതം ഒന്ന് നിന്നെ. ഒരു വഴിക്ക് പോകുമ്പോ എന്തിനാ ശിവാനി പിന്നീന്ന് വിളിച്ചത്? ഓഫീസിലേക്കല്ലേ പോകുന്നേ, അല്ലാതെ ചന്ദ്രയാൻ ദൗത്യത്തിനൊന്നും അല്ലല്ലോ. ഞാൻ ചന്ദ്രനിലേക്ക് പോകുന്നു, സൂര്യനിലേക്ക് പോകുന്നു എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്കിപ്പോ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് ഈ കാറ് വേണം. ഈ കാറോ? എന്തിന്? എനിക്ക് പ്രണവിനും കൂടി ഒന്ന് അമ്പലത്തിൽ പോവാൻ. അതിന്. നിങ്ങൾ എവിടെ വേണേലും പൊക്കോ. അതിന് ഈ കാറ് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? ഇത് നിധി ഉപയോഗിക്കുന്ന കാറാ. വേണമെങ്കിൽ ആ കാർ എടുത്തു. എന്താ ശിവാനി നീ കാണിക്കുന്നേ? ഓഫീസിൽ പോകാൻ ഇറങ്ങിയ ആളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുകയാണോ? ആ കാർ എടുത്തോണ്ട് പോവാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? മാറി നിൽക്കങ്ങോട്ട്. എനിക്ക് ആ ചെറിയ കാറ് വേണ്ട. ഈ കാർ മതി. ചെറിയ കാറിൽ പോയാൽ നിനക്ക് എന്താ കുഴപ്പം? ഗൗതമിന് ചെറിയ കാറിൽ പോയാൽ എന്താ കുഴപ്പം? എന്താ നിധി, എന്താ പ്രശ്നം?
നീ ഇതുവരെ ഓഫീസിൽ പോയില്ലേ? അതെ, ശിവാനിക്ക് അമ്പലത്തിൽ പോണം. അതിന് ഗൗതമിന്റെ ഈ കാറ് തന്നെ കിട്ടിയേ തീരൂന്ന് പറഞ്ഞ് നിൽക്കുവാ. ദേ നോക്ക്, ഗൗതം എന്ന് ഈ കാറ് തന്നെയാ പോകുന്നത് ഓഫീസിലേക്ക്. നിനക്ക് വേണമെങ്കിൽ വേറൊരെണ്ണം ഇവിടെ കിടപ്പുണ്ടല്ലോ, അതെടുത്തോണ്ട് പോ. ആന്റി, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാനും പ്രണവും കൂടി ഒന്ന് അമ്പലത്തിൽ പോവാ. അതിന് ആദ്യമായിട്ട് അമ്പലത്തിൽ ചെല്ലുമ്പോ ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കില്ലേ? ഓ, അപ്പോഴാണോ ഒരു ചെറിയ കാറിൽ അവിടെ ചെന്നിറങ്ങി നാണം കിടുന്നേ? ആന്റി, അതുകൊണ്ടാണ് ഞാൻ ഈ കാർ തന്നെ വേണോന്ന് പറഞ്ഞേ. ഗൗതം, ആ ചാവിങ് എടുക്ക്. ശിവാനി, നീ എന്തായി കാണിക്കുന്നത്? ചാവി പിടിച്ചു വാങ്ങുന്നോ? അതെ, അമ്പലത്തിൽ പോവാൻ വലിയ കാറ് തന്നെ വേണോന്ന് ഒരു നിർബന്ധവും ഇല്ല. ചെറിയ കാർ ആയാലും മതി. അതോ ചെറിയ കാറിൽ ഈശ്വരമംഗലത്തെ MD പോയെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൂ? ഓ, ഇനി ചെറിയ കാറിലെങ്ങാനും ഈശ്വരമംഗലത്തിന്റെ MD കേറിയ കാറെങ്ങാനും പറയോ ഗൗതം ഈ കാറിൽ കേറിക്കളയില്ലേന്ന്? ദേ വന്ന് കേറിയ നിമിഷം മുതല് ഒന്നിന് പിറകെ ഒന്നായി നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നോക്ക്, ഗൗതം ഈ കാറിൽ പോകുന്നു പറഞ്ഞാ ഈ കാറിലേ പോകൂ. എന്താ ഇത്? ഒരുമാതിരി ചന്തയിലെ പോലെ എല്ലാരും കൂടി മുറ്റത്ത് കിടന്ന് ബഹളം വെക്കുന്നത്. ആ സ്വഭാവമുള്ള ഒരു വീട്ടിലേക്ക് വന്നു കയറിയ ഇതല്ല, ഇതിനപ്പുറം ബഹളം ഇവിടെ നടക്കും. ആന്റി, കേട്ടല്ലോ, ഈ പറഞ്ഞത് എന്നെ കുറിച്ചാ, എന്നെ മാത്രം ഉദ്ദേശിച്ച. ആ കാറിൽ പോ, ഈ കാറിൽ പോ, ഇതുപയോഗിക്കണ്ട അതുപയോഗിക്കണ്ട എന്നൊക്കെ ആജ്ഞാപിക്കാൻ നീ ആരാടി? ഈ കിടക്കുന്ന ഒന്നും നീ സമ്പാദിച്ചല്ല. എങ്ങനെയും ഈ കുട്ടികളുടെ സന്തോഷം കെടുത്തണം, അത് മാത്രമാണ് നിന്റെ ഉദ്ദേശം. നീയാണ് ഇവിടെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, ഇവിടെ നടന്നത് എന്താണെന്ന് ആന്റിക്ക് അറിയില്ല. അറിയാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കല്ലേ. ആഹാ, കൊള്ളാലോ, നീ ആന്റിയെ നിയന്ത്രിക്കാൻ തുടങ്ങിയോ? ഒരു കാർ ചോദിച്ചാല് ഇത്രയും വലിയ സീന് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സീൻ ഉണ്ടാക്കുന്നതേ നീ തന്നെയാ. അമ്പലത്തിൽ പോകാനേ വലിയ കാർ തന്നെ വേണമെന്നൊന്നുമില്ല. എങ്ങനെ പോയാലും മനസ്സ് ശുദ്ധമായിരുന്നാ മതി. ഗൗതം, അവളിങ്ങനെ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ അത് കാര്യാക്കണ്ട. നീ പോവാൻ നോക്ക്. ചെല്ല് ഗൗതം. ഗൗതം നിൽക്ക്. ഗൗതം ഗോപിനാഥ് ഇന്നിപ്പോ ഓട്ടോ പിടിച്ച് ഓഫീസിൽ ചെന്നാലും സൈക്കിളിൽ പോയാലും ഇനി അതല്ല നടന്നു പോയാലും ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ മുതലാളി തന്നെയാ. കാറിന്റെ കാര്യമൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. എനിക്ക് വേണ്ടി തരണ്ട. ഞാൻ ചോദിച്ചിട്ടാണെന്നുള്ള കുറച്ചിലും മനസ്സിൽ വേണ്ട. ഒരു കൂടപ്പിറപ്പല്ലേ പ്രണവ്. ആ പ്രണവിന് വേണ്ടി ഈ കാറിന്റെ കീ ഇങ്ങത്താ, അത്രയും മതി. ഈശ്വരമംഗലത്തെ മകനും മരുമോളും തീപ്പട്ടിക്കൂട് പോലുള്ള ആ കാറിൽ ആദ്യമായിട്ട് അമ്പലത്തിൽ ചെന്നിറങ്ങിയ ആൾക്കാർ കളിയാക്കും. ഞാനെന്തിനാ ഈശ്വരമംഗലത്തിൽ ഒരു അപമാനം ഉണ്ടാക്കി വെക്കുന്നേ? നീ ഈ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഈശ്വരമംഗലത്തിൽ വരാവുന്ന അപമാനമൊക്കെ വന്നു കഴിഞ്ഞു. ഇതേ കൂടുതൽ ഇനി ഒന്നും വരാനില്ല. ദേ, കൂടുതൽ വർത്താനം പറയാതെ ആ കാറെടുത്ത് പോകാൻ നോക്ക്. ഗൗതമിനെ വെറുതെ വിട്. എടുത്തി, പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി വേണം തീരുമാനമെടുക്കാൻ. സ്ഥിരമായിട്ട് അങ്ങ് വിട്ടുകൊടുക്കണമെന്നല്ലല്ലോ ശിവാനി ആവശ്യപ്പെടുന്നത്. ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ കാറൊന്നും ചോദിക്കുന്നു, അതും അമ്പലത്തിൽ പോകാൻ ഒരാഗ്രഹം. അതിനെന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതെ, വാശി പിടിക്കുന്ന ശിവാനിയാ, ഞങ്ങളല്ല. ഗൗതം, ഒരു ചെറിയ പ്രശ്നത്തിനെ ഊതി വീർപ്പിച്ച് വലുതാക്കല്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നേ. അതെ, ആന്റി ചെയ്ത നിർബുദ്ധിയൊക്കെ ഇവളെയും പ്രണവിനെയും കൂടി വിളിച്ചോണ്ടുപോയി രഹസ്യ കല്യാണം നടത്തിയപ്പോ തന്നെ ഞങ്ങൾക്ക് ബോധ്യമായതാ. ഇവള് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രമാ ഇപ്പൊ ഈ കാറ് തന്നെ വേണോന്നും പറഞ്ഞ് വാശി പിടിക്കുന്നത്. ആന്റിയാണ് ഇവൾക്ക് സപ്പോർട്ടും ചെയ്യുന്നത്. ഇത് നല്ലതിനൊന്നും അല്ല ആന്റി. ദേ, നീയൊന്ന് അടങ്ങിയേ. ഗൗതം കാറ് കൊടുക്കാൻ തയ്യാറായാൽ പോലും നീ കൊടുക്കാൻ സമ്മതിക്കില്ലെന്നാണല്ലോ തോന്നുന്നേ. അതെ, അത്രയ്ക്ക് വലിയ മനസ്സാണ് ആന്റിക്കെങ്കിലേ ഒരു കാര്യം ചെയ്യ്, ആന്റിയുടെ കാറങ്ങ് ശിവാനിക്ക് കൊടുത്ത് പ്രശ്നം തീർക്ക്. അതും വലിയ കാറാണല്ലോ. ഗൗതമിന്റെ കാറിൽ പോയാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടൂന്നൊന്നുമില്ല. നിർത്തുനിധി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ സംസാരിക്കണ്ട. ആന്റി എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. ഗൗതം സ്ഥിരമായിട്ട് ഈ കാറിലാണ് ഓഫീസിൽ പോകുന്നത്. ഇന്നും ഇതിൽ തന്നെ പോവുകയും ചെയ്യും. എന്നും പോകുന്നത് കൊണ്ടൊന്നുമല്ല ഇതിൽ തന്നെ പോണെന്ന് വാശി പിടിക്കുന്നത്. ഞങ്ങൾ വലിയ കാറിൽ പോരുത്, അതാ ഇവളുടെ ഉദ്ദേശം. ഞാൻ പറഞ്ഞില്ലേ, ഗൗതം ചെന്ന് ആ കാറിൽ കയറിയെന്ന് കരുതി ആ കാറൊന്നും പറയാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഗൗതമിനെ കൊണ്ടുപോകാമോന്ന് ഞാനൊന്ന് കാറിനോട് ചോദിക്കാം. അല്ലയോ ചെറിയ കാറേ, ആ നിൽക്കുന്ന ഗൗതം സാറിന് നിന്നെയും കൊണ്ടൊന്ന് ഓഫീസിൽ പോണോന്നുണ്ട്. ആ നിൽക്കുന്ന ഗൗതം സാറ് നിന്നെയും കൊണ്ട് പോകുന്നതിൽ
നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? ഒന്ന് മറുപടി പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഓ ഓ അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ സാറിനോട് പറയാം. ഗൗതം, ഞാൻ ചോദിച്ചു, ഏത് കമ്പനിയുടെ മുതലാളി ആയാലും ശരി, ഇനിയിപ്പോ എത്ര പണക്കാരനായാലും ശരി, എനിക്കൊരു കുഴപ്പമില്ലെന്നാ കാർ പറയുന്നേ. പിന്നെ പെട്രോൾ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയെന്ന്.